ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ റീനീറ്റ് എക്സ്റേയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോണിക്സ്. നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് മെറ്റീരിയൽസ്. ആ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് റീനീറ്റ് ജൂൺ 21 ചോദിച്ചത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 3 identical p-n junction diodes D1, D2, D3 are connected across a battery as shown in the given figure. Figure ഇത് നൽകിയിട്ടുണ്ട്. If the width of the depletion regions of D1, D2 and D3 are W1, W2 and W3 respectively, then the correct option. നമ്മൾ വിട്ടും ഡിപ്ലേഷൻ റീജിയൻ്റെ വിട്ടും ഈ ബയാസിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. ഫോർവേഡ് ബയാസിങ്ങിൽ വിട്ട് എന്ത് ചെയ്യും? കുറയും. റിവേഴ്സ് ബയാസിൽ വിട്ട് എന്ത് ചെയ്യും? കൂടും. ബയാസിങ് ഇല്ലാത്തപ്പോൾ ഒരു നോർമൽ വിട്താണ്. അപ്പോൾ ആ നോർമൽ വിട്ട് കുറയും എപ്പോൾ ഫോർവേഡ് ബയാസിങ്, കൂടും എപ്പോൾ റിവേഴ്സ് ബയാസിങ്. നമ്മുടെ ഫിഗറിനുള്ളിൽ 3 ഡയോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ രണ്ടാമത്തെ ഡയോഡിൽ ഇവിടെ ഈ ബ്രാഞ്ച് ഓപ്പൺ ആണ്. അതിൻ്റെ അർത്ഥം D2 എന്ന് പറയുന്നത് ബയാസിങ് ഇല്ല, നോ ബയാസ് ആണ്. ഇനി ഈ D1 ഡയോഡിനെ സംബന്ധിച്ച് ഇതാണ് സെല്ലിൻ്റെ പോസിറ്റീവ്, ഇത് സെല്ലിൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയതിനാൽ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസാണ്. D3യോ ഇവിടെ നോക്കുക, N സൈഡിൽ പോസിറ്റീവ്, P സൈഡിൽ നെഗറ്റീവാണ് വരുന്നത്. ആയതുകൊണ്ട് D3 എന്ന് പറയുന്നത് ഏത് ബയാസിങ്ങിലാണ്? റിവേഴ്സ് ബയാസിങ്ങിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ബയാസിങ് ഇല്ലാത്തപ്പോഴുള്ള വിഡ്ത്ത് സപ്പോസ് W0 ആണെന്ന് വിചാരിക്കുക. ബയാസിങ് ഇല്ലാത്തപ്പോൾ അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ എന്ത് സംഭവിക്കും? W0യേക്കാളും കുറവായിരിക്കും വിഡ്ത്ത്. റിവേഴ്സ് ബയാസിങ്ങിൽ എന്ത് സംഭവിക്കും? W0യേക്കാളും കൂടുതലായിരിക്കും വിഡ്ത്ത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യത്തെ കേസിൽ D1ന് കറസ്പോണ്ടിങ് വിഡ്ത്ത് W1, D2ന് കറസ്പോണ്ടിങ് വിഡ്ത്ത് W2, D3ക്ക് കറസ്പോണ്ടിങ് വിഡ്ത്ത് W3. അങ്ങനെയാണെങ്കിൽ ഇവ 3ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. അവിടെ നോക്കിക്കഴിയുമ്പോൾ ആൻസർ ആയല്ലോ. ഏറ്റവും കുറവ് ഫോർവേഡ് ബയാസിങ്ങിൽ, ഓക്കെ, ഏറ്റവും കൂടുതൽ റിവേഴ്സ് ബയാസിങ്. അപ്പം W1 ലെസ് ദാൻ W2 ലെസ് ദാൻ W3. ഒന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിനുള്ളിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇങ്ങനെ ഇല്ല, പിന്നെ ഏതാണ് കറക്റ്റ്? ആ റിവേഴ്സ് ഓർഡർ നോക്കി, W3 ഗ്രേറ്റർ ദാൻ W2 ഗ്രേറ്റർ ദാൻ W1. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നോക്കുക, വിത്തിൻ മിനിറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്ച്വൽ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സെനർ ഡയോഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. ആൻ ഐഡിയൽ സെനർ ഡയോഡ്. ഐഡിയൽ സെനർ ഡയോഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത് ഏത് ബയാസിലേ ഉള്ളൂ? റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ p-n ജംഗ്ഷൻ ഡയോഡാണ് സെനർ ഡയോഡ്. വിത്ത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് -3 വോൾട്ട്. റിവേഴ്സ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് -3 വോൾട്ട്. Reverse bias with a negative input voltage VI -5 volt. The magnitude of voltage difference between points B and A. അതായത് ഇവിടെ 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സെനർ ഡയോഡ് എത്ര വോൾട്ടേജ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 വോൾട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെനർ ഡയോഡ് ഇത്ര എടുത്തു. അങ്ങനെയെങ്കിൽ മിച്ചമുള്ള വോൾട്ടേജ് ആയിരിക്കും റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്നത്. മിച്ചമുള്ള വോൾട്ടേജ് 5ൽ നിന്ന് 3 സെനർ ഡയോഡ് എടുത്തു. ഇനിയിപ്പോൾ മിച്ചം എത്രയേ ഉള്ളൂ? 2 വോൾട്ടേ മിച്ചമുള്ളൂ. സോ ആൻസർ 2 വോൾട്ട്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നോക്കിക്കേ, കൺസെപ്റ്റ് അറിയാം. സെനർ ഡയോഡ് എന്ന് കേൾക്കുമ്പോൾ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഡയോഡാണ് സെനർ ഡയോഡ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഡ്രോപ്പിംഗ് 3 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജിൽ നിന്ന് 3 വോൾട്ട് പോയാൽ മിച്ചമുള്ളത് 2 വോൾട്ട്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3. അപ്പോൾ റീനീറ്റ് എക്സ്റേയിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി 2 ചോദ്യങ്ങൾ. അത് 2ഉം വളരെ എളുപ്പമുള്ള ചോദ്യം, കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, താങ്ക് യു.